മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം സ്വാഗതം. നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്ന ഒരു വീട്ടമ്മയാണ്. നമ്മുടെ പാറത്തോട് കമ്പളിക്കണ്ണൊക്കെ പാറത്തോടുള്ളതാണ്. അപ്പോൾ ഈ ചേച്ചിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം ഒരു എത്ര വർഷം മുമ്പ് ചേച്ചി ഹസ്ബൻഡ് മരിക്കുന്നു? 26 വർഷങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡ് മരിക്കുകയും അതിനുശേഷം ഏകദേശം 10 ഏക്കർ സ്ഥലമുണ്ട്. ആ 10 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് തന്നെ ചേച്ചി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും. 2 കുട്ടികളായിരുന്നു. കുട്ടികൾ കുഞ്ഞായിരുന്ന സമയത്താണ് ഈ ദുരന്തം കാണുന്നത്. അതിനുശേഷം ചേച്ചി ഇവിടെ ലൈഫിൽ ഫൈറ്റ് ചെയ്ത് തന്നെ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് കൃഷി ചെയ്ത് തന്നെ അവരെ മൂത്താൾ ഡോക്ടറല്ലേ, മൂത്താളെ ഡോക്ടറാക്കി. രണ്ടാമത്തെ ആളിപ്പോൾ PSC ടെസ്റ്റൊക്കെ എഴുതിയല്ലേ, ജോലി ഇപ്പോൾ ചെയ്യാറായിരിക്കും. അങ്ങനെ വലിയൊരു വിജയം തന്നെ ചേച്ചി ഈ കൃഷിയുടെ നിന്നുണ്ടാക്കി. അപ്പോൾ ആ കഥകളാണ് നമ്മൾ കൂടുതലായിട്ട് ചേച്ചി തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മകരക്കൊയ്ത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം പറഞ്ഞു. ജീവിതത്തിലുണ്ടായ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കഷ്ടപ്പെട്ട് കരകയറിയവളാണ് ഈ വീട്ടമ്മ. അതും കാർഷിക മേഖലയിൽ വിജയം കൊയ്തുകൊണ്ട്. 26 വർഷങ്ങൾക്ക് മുൻപാണ് കുഞ്ഞുമോള് ചേച്ചി തനിച്ചാവുന്നത്, പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായി. പിന്നീടുള്ള ഈ വീട്ടമ്മയുടെ ജീവിതം ഒരു യുദ്ധമായിരുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള യുദ്ധം. എന്നാൽ ഈ യുദ്ധത്തിൽ ഈ അമ്മയ്ക്കൊപ്പം അംഗബലവും ആയുധബലവും കുറവായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ചവിട്ടി നിൽക്കാനുള്ള മണ്ണ്. സ്വന്തം ജീവിതത്തോട് തനിച്ചു നിന്ന് ഇവർ പൊരുതി. കടലോളം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കൃഷിയിടങ്ങളിൽ പകലന്തിയോളം ഈ അമ്മ പണിയെടുത്തു. തകർന്നു പോകുമെന്ന് തോന്നുമ്പോഴൊക്കെ മുൻപിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മക്കൾക്കൊരു നല്ല ജീവിതം. അക്കാലങ്ങളിൽ പൊതുവെ സ്ത്രീകൾ കാർഷിക മേഖലയിൽ സജീവമല്ലാതിരുന്ന കാലം. ഒപ്പം ആൺതുണയില്ലാതെയുള്ള കാർഷിക ജീവിതത്തിൽ നഷ്ടങ്ങളും ഏറെ. എങ്കിലും കുഞ്ഞുമോള് ചേച്ചി എല്ലാം പെട്ടെന്ന് സ്വായത്തമാക്കി. കൃഷിരീതികളും വിളകളും വളപ്രയോഗവും ഒക്കെ. അങ്ങനെ സ്വന്തമായുള്ള 10 ഏക്കറിൽ ഇവർ പൊന്നു വിളയിച്ചു തുടങ്ങി. ഒപ്പം കന്നുകാലി പരിചരണവും. വളരെ പെട്ടെന്ന് ഈ ജീവിത സാഹചര്യങ്ങളുമായി കുഞ്ഞുമോള് ചേച്ചി ഇണങ്ങി. വീട്ടു ചിലവുകളും മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ കാർഷിക ജീവിതം കൊണ്ട് ഈ വീട്ടമ്മ നേടിയെടുത്തു. പിന്നീട് തുടരെ നിറയെ അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തി. അപ്പൊ ചേച്ചിയുടെ പേര് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുമോൾ അല്ലേ? ഓക്കെ. ചേച്ചിയുടെ വീട് എവിടെയാണ്? നാട് തിരുവല്ലയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അപ്പച്ചന് ജോലി കിട്ടി ഞങ്ങൾ മൂന്നാറിൽ വന്നു. SC ബോർഡിലൊക്കെ ആയിട്ട് എല്ലാവരും കുടുംബമായിട്ട് ഞങ്ങൾ 8 മക്കളാണ്. 4 പെണ്ണും 4 ആണ്. എന്നിട്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് പാറത്തോട്ടിലോട്ട്. പുള്ളി കൃഷിയായിരുന്നു. പിന്നെ പുള്ളിയുടെ 4 പെങ്ങന്മാരുണ്ട്. അവരെല്ലാം നല്ല ഡെസർട്ട് റാങ്കിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എല്ലാവരും വിവാഹിതരായി പോയി. പിന്നെ അപ്പച്ചനും ജോസേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പച്ചനും അമ്മച്ചിയും മരിക്കുന്നത്. അപ്പച്ചൻ ആദ്യം മരിച്ചു, പിന്നെ അമ്മച്ചിയും മരിച്ചു. ഇപ്പം കുടുംബത്തിൻ്റെ ചുമതലയൊക്കെ എൻ്റെ കൈക്ക് കൂടാണ്. ചേട്ടനായിരുന്നു മൂത്തത് വീട്ടിലെ? അല്ലല്ല, പെങ്ങന്മാരായിരുന്നു 2 പേരും മൂത്തത്. ഇടയ്ക്കുള്ളതായിരുന്നു ജോസേട്ടൻ. നമ്മൾ ചേച്ചി ഇവിടെ വരുമ്പോൾ കൃഷിയൊക്കെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു കൃഷിയും പരിചയമില്ല. മൂന്നാറിലൊക്കെ അത്ര വലിയ കൃഷിയൊന്നുമില്ല. എല്ലാം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവൻ. ഇവിടെ വന്ന് പിന്നെ ഇവിടെ കൃഷി വരുമ്പോൾ ഇവിടെ വീട് നിറച്ചും പണിക്കാരും ഇരുത്ത് നിറച്ചത്ത് പശുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാര്യമായിരുന്നു. അവിടെ ഈ പൈപ്പ് വെള്ളം കണ്ടിട്ട് ഇവിടെ വന്നപ്പം കിണർ വെള്ളം കാണുമ്പോഴൊക്കെ പേടിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് സാഹചര്യമില്ലായിട്ട് എനിക്ക് ചേർന്ന് വരാൻ സാധിച്ചു. അതൊരു വലിയ കാര്യമല്ലേ. പിന്നെ ജോസേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃഷിയിടത്തിൽ വരുമായിരുന്നു. കാപ്പി കൊണ്ടും വെള്ളം കൊണ്ടും വരും. ചെറിയ ചെറിയ പണികൾ ചെയ്യുമായിരുന്നു. പക്ഷേ ജോസേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് കൃഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ വിളയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന 2ാമത് കുറേശ്ശൊക്കെ ചെയ്ത് എല്ലാം. ഏലമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതൊക്കെ ഞാനാ ഏലം. പിന്നെ അപ്പച്ചൻ വന്നപ്പം കുറേ ജാതിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജാതി, കൊക്കോ, കൊടി അങ്ങനെയുള്ളതെല്ലാം കുറേ ഞാനും ചെയ്തു. ഇപ്പം പറമ്പ് നിറച്ച് ആദായമാക്കി വെച്ചു. നമ്മൾ ഈ 10 ഏക്കറിൽ ശരി കൃഷി ജൈവ കൃഷി തന്നെയാണോ? ജൈവ കൃഷിയാണ് കൂടുതലായിട്ട്. അന്ന് മുതൽ കന്നുകാലി പരിചരണം ഒക്കെ ഉണ്ട്? എല്ലാം ഉണ്ട്.
വളത്തിനായിട്ടായിരുന്നു അന്ന് പ്രധാനം. പിന്നെ പാൽ അത്യാവശ്യം, പിന്നെ ചാണകം പറമ്പിലോട്ട് മാത്രം ഇടാനുള്ള ചാണകം ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ജൈവ കൃഷിയിലോട്ട് തിരിഞ്ഞത്. രാസവളം ഞാൻ രാസകൃഷി ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് പുഴുക്കത്തിനൊക്കെ ജൈവവളം കൊണ്ട് പറ്റില്ല. അത് മാത്രം രാസമായിട്ടുള്ള എന്തെങ്കിലും മേടിച്ചൊഴിച്ച് അങ്ങനെ ബാക്കിയെല്ലാം ജൈവവളമാണ്. ചാണകം അങ്ങനെയുള്ള സാധനങ്ങൾ, പച്ചില, ചാണകം അങ്ങനെയുള്ള ചെറിയ ചെറിയ ജൈവവളത്തിൽ പെട്ട സാധനങ്ങൾ. സമ്മിശ്ര കൃഷിയിലാണ് എല്ലാ വിളകളും. എന്നാലും പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം കൊടിയും കാപ്പിയും ഏലവും ജാതിയും, പിന്നെ കുറേ വാനില വെച്ചിട്ടുണ്ട്. പിന്നെ കൊക്കോയൊക്കെ എനിക്ക് ആവശ്യത്തിന് ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ നല്ല ഫലങ്ങൾ കിട്ടുന്നുണ്ട്. ജാതിയിൽ നിന്ന് ആഴ്ചയിൽ ഫലങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം വേറെ വരുമാനം ഇല്ലാത്ത ഈ സമയത്ത് ജാതിയും കൊടിയും പിന്നെ കൊക്കോയും ഈ ഏലകൃഷിയും ഇതൊക്കെയാണ്. നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടാവും. തെങ്ങൊക്കെ ഉണ്ട്. തെങ്ങുണ്ട്, പക്ഷെ പെട്ടെന്ന് അതിൻ്റെ മണ്ട പോവുകയാണ്. രോഗം വന്ന് അപ്പോൾ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടുവരുന്ന കാലത്ത് 2000-3000 തേങ്ങ ഒരു 40 ദിവസം കൂടുമ്പോൾ ഇട്ടുകൊണ്ടിരുന്ന. ഇപ്പം കഷ്ടി അരയ്ക്കാൻ മാത്രമുള്ള തേങ്ങ ഇപ്പം വെക്കുന്ന മുഴുവൻ മണ്ട പോവുക. കുരുമുളക് പന്നീറുണ്ട്, പിന്നെ കരിമുണ്ട, ചെങ്ങന്നൂർ, അങ്ങനെ കുറച്ച് കരിമുണ്ടയാണ് മെയിനായിട്ട്. 10,000 ഏകദേശം ഒരു മേജർ, നമ്മുടെ ഇവിടുത്തെ മേജർ ക്രോപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. കൊടി. പിന്നെ ഇപ്പം ഏലം 1,500 മൂട് മിച്ചം ഏലമായി. പിന്നെ കാപ്പി ഒരു 10,000 മൂട് കാപ്പിയുണ്ട്. കൊക്കോ, ജാതിയുണ്ട്, ഒരു 10-200 മൂട് ജാതിയുണ്ട്. ഇതൊക്കെ ന്യായം വിള കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു മേഖലയല്ലേ. ഒരു ആരും അടുത്ത് പോയി കൈ നീട്ടണ്ട, സ്വന്തം വിളയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓടിക്കാന്ന് പറഞ്ഞാൽ തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അത് ആളെ ഡോക്ടറാക്കി അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നല്ല എക്സ്പെൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് തന്നെ, ലോണൊക്കെ ചെറിയ തോതിലുണ്ട്, എന്നാലും കൃഷിയാണ് മെയിനായിട്ട്. കൂടെ തന്നെ ചേച്ചിക്ക് മനോരമയുടെ കർഷകശ്രീ അവാർഡ്, മനോരമയുടെ കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മേലിയാവ് CSI സഭയാണ് ഞങ്ങളുടെ, അതിൽ ഏറ്റവും മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും നല്ല കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്ഷീരവികസനത്തിൽ നിന്ന് ഏറ്റവും നല്ല കർഷകയ്ക്കുള്ള അവാർഡ്. അങ്ങനെ പല എല്ലാ മേഖലകളിലും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അഭിനന്ദനം അർഹിക്കേണ്ട ആൾ തന്നെയാണ് ചേച്ചി, കാരണം ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് ഇത്രയും എത്തിയില്ലേ. അപ്പൊ ചേച്ചി, അതുപോലെ തന്നെ നമ്മൾ ഈ മൃഗപരിചരണം എന്തൊക്കെയാണ്? ഇവിടെ പോത്തുണ്ട്, പശു ഉണ്ടായിരുന്നാണ്ട് എനിക്കിപ്പോൾ ഇത്തിരി പ്രശ്നം, സുഖമില്ലാതെ വന്നപ്പം പശുവിനെയൊക്കെ കൊടുത്തു. വന്നാലും പോത്തും കോഴി, താറാവ്, വാത്ത അങ്ങനെയുള്ള എല്ലാം തന്നെ. ഒരു ഗ്രാമാന്തരീക്ഷം നിറഞ്ഞ ചുറ്റുപാടിലാണ് ഈ വീടും കൃഷിയിടവും. നെൽവയലിൽ ഇരതേടിയെത്തുന്ന വെള്ളക്കുറ്റികളും വരമ്പിന്റെ ഓരത്തുകൂടി ചാലിട്ടൊഴുകുന്ന നീരൊഴുക്കിന്റെ ശബ്ദവും അങ്ങകലെ കേൾക്കുന്ന അമ്പലത്തിലെ പ്രഭാതഗീതവുമൊക്കെ ഇവിടം കൂടുതൽ സുന്ദരമാക്കും. ഈ 10 ഏക്കറിലെ പ്രധാന വിള കുരുമുളകാണ്. പന്നിയൂർ കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് ചെടികൾ. ഏകദേശം 10,000-ൽ പരം കുരുമുളക് ചെടികൾ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അവയ്ക്ക് വളമായി നൽകുന്നത് ചാണകവും. കുരുമുളക് ചെടികൾക്കിടയിലായി ഏലച്ചെടികളും കൃഷി ചെയ്യും. കടുത്ത വളപ്രയോഗങ്ങളൊന്നുമില്ലാത്ത നാടൻ കൃഷിരീതിയാണ് ഈ വീട്ടമ്മയുടേത്. എങ്കിലും ഏലച്ചെടികൾ സാമാന്യം നല്ല രീതിയിൽ വിളവ് നൽകുന്നു. ഇതുപോലെ ചിലവ് കുറഞ്ഞ പരിചരണം മാത്രമേ കാപ്പിച്ചെടികൾക്കും നൽകാറുള്ളൂ. ഏകദേശം 5000-ഓളം കാപ്പിച്ചെടികൾ ഈ കൃഷിയിടത്തിൽ ഉണ്ട്. ഇവരുടെ ഒരു നല്ല വരുമാന മാർഗം കൂടിയാണ് കാപ്പി.
അതിനൊപ്പം ജാതി പരിചരണം. നാടൻ ജാതി ഇനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. അതിനിടയിലായി കൊക്കോ ചെടികൾ. ഇടയ്ക്ക് വലിയൊരു കമ്പിളി നാരകം. പറമ്പിൽ പലയിടങ്ങളിലായി കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകൾ. ഇത്രയുമൊക്കെയാണ് കുഞ്ഞുമോള് ചേച്ചിയുടെ പ്രധാന നാണ്യവിളകൾ. ജാതിക്ക് ഞങ്ങൾ കൂടുതൽ ഒഴിക്കുന്നത് കറിയായിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് മരുന്നടിച്ചു കൊടുക്കും, തുരിശും കുമ്മായും കൂടെ നന്നായിട്ട് അടിച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ ചുവട്ടിൽ വേപ്പം പിണ്ണാക്ക് അങ്ങനെയുള്ളത് കൂട്ടി ചാണാനും വേപ്പം പിണ്ണാക്കുമാണ് കൂടുതലിടുന്നത്. അതാകുമ്പോഴത്തേക്കിന് ജൈവവളത്തിൽപ്പെട്ടത് തന്നെയാണ്. രാസവളം ഒന്നും തന്നെ ജാതിക്ക് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കുരുമുളകിനാണെങ്കിലും പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന തുരിശും കുമ്മായും കൂടെ അടിക്കും. അത് പശ തടിക്കുകയാണെങ്കിൽ അത് പിടിച്ചിട്ട് കേട് കുറേ കുറവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഈ ചാണാനും വേപ്പം പിണ്ണാക്കും കുളിപ്പിച്ച് അതെല്ലാം കൂടെ കുളിപ്പിച്ച് എല്ലാത്തിനും ഒഴിക്കാറുണ്ട്. ജാതിയാണെങ്കിലും ഇപ്പം ന്യായമായിട്ട് വില കൂടുന്നുണ്ട്. 300-350 രൂപയുണ്ട് ജാതിക്ക 1 കിലോയ്ക്ക്. പത്രിക്ക് 2000-ത്തിന് താഴെയുണ്ട്. അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ കൊക്കോയ്ക്ക് വില കുറഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പോൾ ഇത്തിരി കൂടിയിട്ട് 50-52 എത്തിയിട്ടുണ്ട്. ഈ വിളകൾക്കുള്ള വളത്തിനായി ചാണകം ലഭിക്കുവാൻ 3 പോത്തുകിടാങ്ങളെ ഇവർ പരിപാലിക്കുന്നുണ്ട്. മുറ ഇനത്തിൽപ്പെട്ട പോത്തുകിടാങ്ങളാണ് ഇവ. അതിനൊപ്പം തന്നെ താറാവ്, വാത്ത, കോഴി എന്നിവയുമൊക്കെ ഈ വീട്ടമ്മ പരിപാലിക്കുന്നു. പിന്നെയുള്ളത് മുറ്റത്ത് കാണപ്പെടുന്ന പൂച്ചെടികളാണ്. ജലത്തിന് ക്ഷാമമില്ലാത്ത ഒരു കൃഷിയിടമാണ് ഇത്. അതിനാൽ വലിയ 2 കുളങ്ങളിൽ മത്സ്യകൃഷിയും ഇവർ നടത്തുന്നുണ്ട്. അതിനടുത്തായി ഏത്തവാഴ കൃഷി. തൈവാഴകളും വെട്ടാറായവയുമൊക്കെയായി 1500ഓളം ഏത്തവാഴകൾ ഈ കർഷക കൃഷി ചെയ്യുന്നു. ഒപ്പം 1 ഏക്കറിനടുത്ത് നെൽകൃഷി. ഒരു വെള്ളത്തിന് ക്ഷാമമില്ല. എനിക്ക് ചുറ്റുവട്ടത്തെല്ലാം ഒരു 5-6 കുളമുണ്ട് ഇവിടെ. പിന്നെ 2 കുളം ഞാൻ കുത്തിയതിൽ നിന്ന് അയൽവക്കത്തെ ചുറ്റുവട്ടത്തുള്ള 3-4 വീട്ടുകാർ വെള്ളം കുടിക്കുന്നുണ്ട്. അത് ഒരിക്കലും വെള്ളത്തിനൊരു ക്ഷാമമില്ല ഇവിടെ. നേരത്തെ പശു അങ്ങനെ ഫാമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പം ഇത്തിരി ക്ഷീണമായി കഴിഞ്ഞപ്പോഴത്തേന് അതിനെയൊക്കെ മാറ്റി ഇപ്പോൾ ഈ പോത്തുകളെ പിന്നെ പുറത്തുനിന്നുള്ളവരും പോത്തിനെ കൊണ്ടൊന്നും ഇവിടെ കിട്ടുന്നുണ്ട്. ചാണകം അപ്പം എനിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പോത്തിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിൻ്റെ പുറകെ ഒന്നും നടക്കണ്ട, പാല് കറക്കണ്ട, കൊടുക്കണ്ട, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പശു അലച്ചിൽ കുറവുണ്ട്. പോത്താണെങ്കിൽ കുറേ കച്ചിയും വാരിയിട്ട് കൊടുത്ത് കണ്ടുള്ള കാരണം കച്ചി വാരിയിട്ട് കൊടുക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ നെൽകൃഷി ഇച്ചിരി പുറകോട്ട് വലിഞ്ഞു നിൽക്കുകയായിരുന്നപ്പോൾ എൻ്റെ മൂത്തമ്മ ഡോക്ടറിനെ കൊണ്ട് പുള്ളി പറഞ്ഞ നെൽകൃഷി നമുക്ക് നിർത്താൻ പറ്റിയല്ലമ്മേ, അരി കാശ് കൊടുത്ത് മേടിച്ച് വിഷം അടിച്ച് അരി കഴിക്കാൻ പറ്റിയില്ല, അത് കാരണം നെൽകൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് അവനോട് മുൻകൈ എടുത്താണ് ഇപ്പോൾ 2ാമത് നെൽകൃഷി ചെയ്യാൻ തുടങ്ങിയത്. അവിടുന്ന് തന്നെ മണ്ണൂത്തിയിൽ നിന്ന് നെല്ല് കൊണ്ട് തരുമായിരുന്നു, സർവകലാശാലയിൽ നിന്ന് മേടിച്ച്. ജ്യോതി നെല്ലെന്നും പറഞ്ഞ് നല്ല വിളവായിരുന്നു. 90 ദിവസം കൊണ്ട് വിളവെടുത്ത് എല്ലാ പണിയും തീർക്കാം. അന്നേരത്തേക്കിന് അത് കൊണ്ടുവന്നിട്ട് അതാ 1 പ്രാവശ്യം കൃഷി ചെയ്ത് നഷ്ടം വന്നില്ല. 2ാമതിപ്പം കണ്ടെത്തി ഇറക്കിയേക്കുന്നു. വാഴക്കൃഷി എനിക്ക് ന്യായമായിട്ടുള്ള വാഴയുണ്ട്. ഏത്തവാഴ, ഞാലിപ്പൂവൻ. തമിഴ്നാട്ടിൽ പോയി ഞാലിപ്പൂവിൻ്റെ കുഞ്ഞെടുത്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വാഴയ്ക്ക് എങ്ങനെ പോയാലും 1 കിലോ 10-20 കിലോയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. നല്ല മുഴുത്ത കായും കൊലയുമാണ്. പിന്നെ ഏത്തക്കൊല ആയാലും പക്ഷേ ഒരു കാറ്റോ മഴയോ വന്നാൽ ഏത്തക്കൊല നമുക്ക് ഉദ്ദേശിച്ച ലാഭം കിട്ടുകയില്ല. എല്ലാം വീണും മറിഞ്ഞും കുറേ നഷ്ടങ്ങൾ വരുന്നുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഏത്തക്കൊലയുടെ വില വെച്ച് നോക്കുമ്പോഴത്തേന് നഷ്ടമാണ് ഏത്തവാഴ കൃഷി വലിയ ലാഭമല്ല. പിന്നെ അതിൻ്റെ വേര് ചീച്ചിൽ, സമയാസമയമുള്ള മരുന്നിടിയിൽ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ റോബസ്റ്റ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ കൊല കിട്ടുന്നുണ്ട്. കൃഷി നഷ്ടമെന്ന് പറയാനില്ല. സാധാരണ എല്ലാവരും തന്നെ കൃഷിയിലോട്ട് ഇറങ്ങണം. കാരണം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സമ്പത്തുണ്ടാക്കാൻ കൃഷിയായി ഏറ്റവും നല്ലത്.
നാനാജാതി വിളകൾ കൊണ്ട് സമ്പന്നമാണ് കുഞ്ഞുമോൾ ചേച്ചിയുടെ കൃഷിയിടം. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിളയിൽ നിന്നുള്ള വരുമാനം, അതാണ് ഈ വീട്ടമ്മയുടെ ലക്ഷ്യം. അതിനാൽ ഒരിക്കലും ഇവർക്ക് പണത്തിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. ഇവർ കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും ഒരു മാതൃകയാണ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള മാതൃക.